നമുക്ക് നേരെ പാഠത്തിലേക്ക് എടുക്കാം. സമാന്തര ശ്രേണിയുടെ ഒന്നാം ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? 1. എന്താണ് ശ്രേണികൾ അഥവാ സീക്വൻസസ്? 2. എന്താണ് സമാന്തര ശ്രേണികൾ? അരിത്മെറ്റിക് സീക്വൻസസ്. 3. എന്താണ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? കൂടാതെ പാഠഭാഗത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമുക്ക് സീക്വൻസ് എന്താണെന്ന് പഠിക്കാം, അഥവാ ശ്രേണികൾ എന്താണെന്ന് പഠിക്കാം. ശ്രേണികൾ, സീക്വൻസസ്. സീക്വൻസസ്. ഈ സമചതുരങ്ങൾ നോക്കൂ. എല്ലാ സമചതുരത്തിൻ്റെയും ഓരോ വശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും ചെറുതിൻ്റെ വശം 1, തൊട്ടടുത്ത് 2, അങ്ങനെ ഓരോ സ്ക്വയറിൻ്റെയും വശങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഇവയുടെ ഓരോന്നിൻ്റെയും ചുറ്റളവ്, പരപ്പളവ് അഥവാ ഏരിയ ഇവക്ക് എന്തായിരിക്കും? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ വശങ്ങളൊന്ന് എഴുതി വെക്കാം. വശങ്ങൾ എന്തൊക്കെയാണ് വശങ്ങൾ? ആ ഓർഡർ തന്നെ എഴുതാം. ഏറ്റവും ചെറിയ സ്ക്വയറിൻ്റെ വശം 1, അടുത്തത് 2, 3, 4 എക്സെട്ര. അടുത്തത് 5 ആണെന്ന് നമുക്കറിയാലോ. ഇനി നമുക്കിതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എഴുതാം. പെരിമീറ്റർ എന്തായിരിക്കും പെരിമീറ്റർ? ഒരു സ്ക്വയറിൻ്റെ 4 വശവും കൂട്ടിയതാണല്ലോ അതിൻ്റെ ചുറ്റളവ്. ഒരു വശം 1 ആണെങ്കിൽ 4 വശം ഉണ്ടാവും? 1 + 1 + 1 + 1 4 ഉണ്ടാവും. യെസ്, നമുക്ക് 4 എഴുതാം. എങ്കിൽ ഇതിൻ്റെയോ ഓരോ വശവും 2 ആണെങ്കിൽ 2 4 പ്രാവശ്യം നമ്മൾ കൂട്ടണം. അപ്പോൾ 4 × 2 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചുറ്റളവ് കാണാൻ ഇതുപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ 3 എന്ന ഈ ഒരു സൈഡിനോട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 × 4. 4 ഒരു സൈഡിൻ്റെ അളവാണ്. അങ്ങനെ 4 സൈഡിൻ്റെ ആഡ് ചെയ്തിട്ടാണല്ലോ ചുറ്റളവാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 16 കിട്ടും. എക്സെട്ര സോ ഓൺ. ഇനി എന്താണ് ഇവ ഓരോന്നിൻ്റെയും ഏരിയ അഥവാ പരപ്പളവ്? ഇംഗ്ലീഷ് നമുക്ക് ഏരിയ എന്ന് വിളിക്കാം. എങ്ങനെയാണ് ഏരിയ കാണുക? ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ നീളവും വീതിയും ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ നീളവും വീതിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ 1 × 1 എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. ഇവിടെയോ 2 × 2, ഇതും 2 തന്നെ ആയിരിക്കും. ഈ സൈഡും 2 തന്നെ ആയിരിക്കും. അപ്പോൾ 2 × 2 അപ്പോൾ 4 കിട്ടും. ഇത് 3 ആണെങ്കിൽ മൂന്നാമത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡും ഇവിടെയും 3 ആയിരിക്കും. അപ്പോൾ 3 × 3 9. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 × 4 16. ഇനി നമുക്ക് ഇവിടെ എഴുതിയ ഓരോ കാര്യവും നമുക്കൊന്ന് പരിശോധിക്കാം. വശങ്ങൾ, ചുറ്റളവ്, പെരിമീറ്റർ. നോക്കൂ, വശങ്ങൾ 1 2 3 4 എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതെ, ഇതെന്താണ്? ഒരു എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയാണ്, അഥവാ കണ്ടിന്യൂറ്റി ഓഫ് കൗണ്ടിങ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഇതെന്താണ്? എണ്ണൽ സംഖ്യകൾ. ഇത് എണ്ണൽ സംഖ്യകളാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 2 3 4 കഴിഞ്ഞാൽ 5 ആണ് അടുത്തതെന്നും പിന്നെ 6 ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ എണ്ണൽ സംഖ്യ എന്നൊരു ആശയം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടാമത്തെ എന്താണ്? രണ്ടാമത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ 4 എഴുതി, പിന്നെ 8 എഴുതി, 12 വരെ അങ്ങനെ പോകുന്നു. അപ്പോൾ ശരിക്കും എന്താണിത്? ഇത് 4ൻ്റെ ഗുണിതമാണ്. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണിത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? 4ൻ്റെ മൾട്ടിപ്പിൾസ് 1 4s are 4, 2 4s are 8, അങ്ങനെ പോയി 16 കഴിഞ്ഞാൽ അടുത്ത 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 20. അപ്പോൾ നമുക്ക് ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മൾട്ടിപ്പിൾസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെന്താണ് എഴുതാം? ഇവിടെ ഉപയോഗിച്ച ആശയം എന്താണ്? ഇത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, 4ൻ്റെ ഗുണിതമാണ്. ഗുണിതം അഥവാ മൾട്ടിപ്പിൾസ്. ഇനി ഇതോ പരപ്പളവ് എന്താ? 1 4 9 16. ഇവിടെ 1 കൂടി വരുന്നു വശങ്ങളിൽ, ചുറ്റളവിൽ 4 കൂടി വരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3. 4ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസോ? 5. അങ്ങനെ 9ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. ഇവിടെ 4 കൂടിപ്പോകുന്നു, ചുറ്റളവിൽ വശങ്ങൾ 1 വീതം കൂടിപ്പോകുന്നു. എന്നാൽ പരപ്പളവിൽ അങ്ങനെയല്ല. പരപ്പളവിൽ വ്യത്യസ്ത സംഖ്യകൾ കൂട്ടിയിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നോക്കാം. ഇവയ്ക്ക് എന്താണ്? ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 4 എന്ന് വെച്ചാൽ
2 എന്ന സംഖ്യയുടെ സ്ക്വയറാണ്. 2 സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ ഇതോ 3 സ്ക്വയറാണ് 9. ഇത് 4 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 തീർച്ചയായും 2 മുമ്പുള്ള സംഖ്യ 1 സ്ക്വയറാണ് ഇത്. അപ്പോൾ ശരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഇത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ്. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് പറയാം എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങളാണ്. വർഗ്ഗങ്ങൾ അഥവാ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില നിയമങ്ങൾ പാലിക്കുന്നത്. എണ്ണൽ സംഖ്യയാണ്, അതുകൊണ്ട് ഒന്നൊന്ന് കൂട്ടിയതാ. ഇത് 4 ഗുണിതമാണ്, അതുകൊണ്ട് നമുക്കിത് 4 കൂട്ടി എഴുതാം. ഇത് ഓരോ എണ്ണൽ സംഖ്യയുടെയും തുടർച്ചയായ സ്ക്വയറുകളാണ്, അതുകൊണ്ട് അടുത്ത സംഖ്യ നോക്കി എഴുതാം. ഇങ്ങനെ എന്തെങ്കിലും നിയമത്തിന് വിധേയമായി, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ എന്നിങ്ങനെ നമ്മൾ തുടർച്ചയായി എഴുതുകയാണെങ്കിൽ ഇത്തരം സംഖ്യകളുടെ കൂട്ടത്തെ നമുക്കെന്ത് വിളിക്കാം? സീക്വൻസസ് അഥവാ ശ്രേണികൾ. അപ്പോൾ ശ്രേണികൾക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം? പ്രത്യേക റൂൾ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെ ഒരു കണ്ടീഷൻ പ്രകാരമായിരിക്കണം നമ്മളിങ്ങനെ എഴുതി പോകുന്നത്. ഇത് നമുക്ക് വേറെ സീക്വൻസ് എഴുതാം. 1, 11, 21, 31 എക്സെട്ര. എന്താണ് ഇവിടെ ഉപയോഗിച്ച ആ ഒരു നിയമം, ഒരു കണ്ടീഷൻ? നോക്കിയാൽ മനസ്സിലാകും, എല്ലാത്തിൻ്റെ അവസാനം 1 അപ്പോൾ ഇതെന്താണ്? 1 അവസാനിക്കുന്ന ഒരു ശ്രേണിയാണ്. അപ്പോൾ അതും ഒരു കണ്ടീഷൻ നിയമമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അടുത്ത് 41 എഴുതാം. അങ്ങനെ വല്ല നിയമവും ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്? ഇതും ഒരു ശ്രേണിയാണ്, സീക്വൻസ് ആണ്. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസ് ഉണ്ടാക്കാം. സീക്വൻസസ് അഥവാ ശ്രേണികൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേക റൂൾസ് പ്രകാരം നമ്മൾ ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ പറഞ്ഞെഴുതുന്ന സംഖ്യകളെയാണ്, തുടർച്ചയായ സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീക്വൻസസ് അഥവാ ശ്രേണികൾ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചോദ്യങ്ങൾ, ശ്രേണിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം നമ്പർ 1. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. വശങ്ങളുടെ എണ്ണം 3, 4, 5 ഉദാഹരണം തന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത് അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറംകോണിൻ്റെ അളവ്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദ്യം എന്താണ്? അതേ ചോദ്യം തന്നെ ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദി സീക്വൻസ് ഓഫ് ഈക്വലേറ്റർ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻറ്റഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. നമ്പർ ഓഫ് സൈഡ്സ് ഗിവൺ ആണ് 3, 4, 5. സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സം ഓഫ് ദി ഔട്ടർ ആംഗിൾ, 1 ഇന്നർ ആംഗിൾ ആൻഡ് 1 ഔട്ടർ ആംഗിൾ. ഓക്കെ, നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ പറഞ്ഞത് സമഭുജ ത്രികോണം. വരച്ചു നോക്കാം. സമഭുജ ത്രികോണം, 3 വശവും തുല്യമായ ത്രികോണം. പിന്നെ സമചതുരം, പിന്നെ സമപഞ്ചഭുജം, തുല്യമായ 5 വശങ്ങളുള്ള പഞ്ചഭുജം. ഇതിൽ നിന്നും നമ്മൾ ഇവിടെ കൊടുത്ത ചോദ്യത്തിനനുസരിച്ചുള്ള ഓരോ സംഖ്യാശ്രേണികളും ഉണ്ടാക്കിയെടുക്കണം. ഒന്നാമതായി വശങ്ങളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊന്ന് എഴുതി വെക്കാം. വശങ്ങളുടെ എണ്ണം തന്നതാണ് 3, 4, 5 ആൻഡ് സോ ഓൺ. ഇനി എന്താണുള്ളത്? അകക്കോണുകളുടെ തുക, ഇതിൻ്റെ അകത്തുള്ള ഓരോ കോണിൻ്റെയും തുക. ഇവിടെ 3 കോണുകളുണ്ട്, ഇത് 3 കൂട്ടിയാൽ എത്ര? ഇവിടെയോ 4 കോണുകളുണ്ട്, ഇത് 4 കൂട്ടിയാൽ എത്ര? ഇവിടെ 5 കോണുകളുണ്ട്, ഈ 5 കൂട്ടിയാൽ എത്ര? ഇതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഓരോന്നും കൂട്ടി ഇതിൻ്റെ മൊത്തം 3 കോണുകളെ താഴെ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? അകക്കോണുകൾ തുക എന്ന് ഹെഡിങ് കൊടുക്കാം. അകക്കോണുകളുടെ തുക എന്ത് കിട്ടും നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ 3 കോണ് കൂട്ടി എത്രയാണ്? നമുക്കറിയാം, വളരെ ക്ലിയറാണ്, 150. റൈറ്റ്. ഇനി ഒരു ചതുരമാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു സമചതുരമാണെങ്കിൽ അതിൻ്റെ ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ആകെ 4 കോണിൻ്റെ അളവ് 360. ഇനി ഒരു സമപഞ്ചഭുജമാണെങ്കിലോ, റെഗുലർ പെൻറ്റഗൺ ആണെങ്കിലോ അതിന് 5 കോണുകളുണ്ടാകും. അതിൻ്റെ തുക
ഇത്ര മാത്രം എഴുതിയാൽ മതി. 180ഉം 180ഉം കൂടി 360 അപ്പോൾ ഈ 180ഉം കൂടിയിട്ട് എന്താകും? 540 ആകും. എക്സെട്രാ. ത്രികോണത്തിൻ്റെ 3 കോണിൻ്റെ അളവ് 180. ത്രികോണമാണോ? 180. ഇനി സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ 4 കോണുകൾ കൂട്ടി എത്ര കിട്ടുമെന്ന് അറിയാൻ ഒരു മാർഗ്ഗമുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 2 ത്രികോണമാക്കി മുറിക്കാം. ഒരു ത്രികോണത്തിൻ്റെ അളവ് 180, ഇതിൻ്റെയും 180. അപ്പോൾ ആകെ 2 180 ചേർന്നാൽ 360. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ രീതി. ഇനി ഒരു പഞ്ചഭുജമാണെങ്കിലോ? പഞ്ചഭുജമാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ കോണുകൾ കാണാം. ഇത് നമുക്ക് 3 ത്രികോണമായി മുറിക്കാം, ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട്. ഇപ്പോൾ നമുക്ക് 3 ത്രികോണം കിട്ടി. 1 2 3. ഓരോ ത്രികോണത്തിൻ്റെയും കോണുകളുടെ തുക 180. അപ്പോൾ 3 എണ്ണാകുമ്പോൾ 180 പ്ലസ് 180 പ്ലസ് 180 ഒട്ടാകത്ര കിട്ടും 540. അങ്ങനെയാണ് ഞാനിത് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇങ്ങനെയും നമ്മൾക്ക് ഓരോ പഞ്ചഭുജത്തിൻ്റെയും ഷഡ്ഭുജത്തിൻ്റെയും പെൻറ്റഗണിൻ്റെയും ഹെക്സഗണിൻ്റെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അകക്കോൺ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അടുത്ത് എന്താണ്? പുറം കോണുകളുടെ തുക, ഔട്ടർ ആംഗിൾ. പുറം കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ അൺചേഞ്ചിങ് സം, മാറാത്ത തുക. എന്താണത്? ഏതൊരു ത്രികോണം എടുത്താലും സ്ക്വയർ എടുത്താലും ഒരു പെൻറ്റഗൺ എടുത്താലും അതിൻ്റെ ഒക്കെ പുറം കോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു പുറം കോണാണ്, ഇതൊരു പുറം കോണാണ്, ഇതൊരു പുറം കോണാണ്. ഈ 3 പുറം കോണിൻ്റെ തുക എത്രയായിരിക്കും? 360. അതുപോലെ തന്നെ ഇനിയൊരു സമചതുരോ ചതുരോ എന്ത് എടുക്കാം, അതിന് 4 പുറം കോണുകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെയും തുക എത്രയായിരിക്കും? 360. അങ്ങനെയാണെങ്കിൽ ഒരു പെൻറ്റഗൺ എടുക്കുകയാണെങ്കിലോ? പെൻറ്റഗൺ എടുത്താലും അതിനും 1 2 3 4 5. ഇതിൻ്റെയും പുറം കോണുകളുടെ തുക എത്രയായിരിക്കും? സമ്മ് 360. അതുകൊണ്ടാണ് ഇത് എന്ത് വിളിക്കുന്നത്? അൺചേഞ്ചിങ് സം, മാറാത്ത തുക. മാറാത്ത തുക. ഓക്കെ. എല്ലാത്തിൻ്റെ പുറം കോണുകളുടെ തുക എത്രയാണ്? 360. ത്രികോണത്തിന് 360, സമചതുരത്തിൻ്റെ സ്ക്വയർ 360, റെഗുലർ പെൻറ്റഗൺ അതിൻ്റെതും 360. അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഒരു അകക്കോണിൻ്റെ അളവ്, മെഷർ ഓഫ് 1 ഇന്നർ ആംഗിൾ. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം എഴുതി വെക്കാം. ഒരു അകക്കോണിൻ്റെ അളവ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അകക്കോണുകളെല്ലാം കൂട്ടിയാൽ, ഓരോ രൂപങ്ങളുടെയും അകക്കോണുകൾ കൂട്ടിയാൽ 180 360 550 എന്നിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അകക്കോൺ കാണാൻ ഈ അകക്കോണുകളുടെ തുകയെ നമുക്ക് അതിൻ്റെ വശങ്ങൾ കൊണ്ട് ഹരിക്കാം. എന്ന് വെച്ചാൽ 180 എന്ന ത്രികോണത്തിൻ്റെ ആകെ അകക്കോണുകളുടെ തുകയെ അതിൻ്റെ വശമായ 3 കൊണ്ട് ഹരിക്കാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് 60 കിട്ടും. അതാണ് ത്രികോണത്തിൻ്റെ, സമഭുജ ത്രികോണത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് 60 ഡിഗ്രി. ഇനി ഒരു സമചതുരത്തിൻ്റെ ഒരു അകക്കോൺ കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സമചതുരത്തിൻ്റെ അകക്കോണുകൾ, സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈസ് 360. ഉള്ളിലെ 4 കോണ് കൂട്ടിയാൽ 360. എങ്കിൽ ഒരു കോണ് കാണാൻ 360 നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. അപ്പോൾ 90 കിട്ടി. ഇനി പഞ്ചഭുജത്തിൻ്റെ ഒരു അകക്കോണ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പഞ്ചഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? 540. ആ 540 നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ അതിൻ്റെ 5 വശം കൊണ്ട് ഹരിക്കാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 108. 5ൽ 5 ഒരു തവണ, 4ൽ 5 ഇല്ല, അതുകൊണ്ട് 0. 45 8 പ്രാവശ്യം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് 108 എന്ന് എഴുതാം. ഇങ്ങനെ തുടരും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. ഒരു പുറം കോണിൻ്റെ അളവ്, മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. പുറം കോണുകളുടെ തുക, സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് ഫിക്സ്ഡ്, അൺചേഞ്ചിങ് സം ആണ്. അപ്പോൾ ഇത് കണ്ട പോലെ തന്നെ ഇവിടെ കണ്ട പോലെ തന്നെ നമുക്ക് കാണാം. ഒരു പുറം കോണിൻ്റെ അളവ്, ഒരു പുറം കോണിൻ്റെ അളവ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എല്ലാത്തിൻ്റെയും പുറം കോണുകളുടെ തുക 360. എങ്കിൽ ഒരു പുറം കോണിൻ്റെ അളവ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ
രൂപങ്ങളുടെയും വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 360 കൊണ്ട് ത്രികോണത്തിൻ്റെ 3 വശം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 120 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ഒരു പുറം കോണിൻ്റെ അളവ് 1, ഔട്ടർ ആംഗിൾ എത്രയാണ് ട്രയാങ്കിളുടേത് 120. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, അടുത്തത് സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ പുറം കോൺ 360 അപ്പോൾ 360/4 എത്ര കിട്ടും 90. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ 90. ഇനി അടുത്തത് പെൻറ്റഗൺ, റെഗുലർ പെൻറ്റഗൺ ആണ്. റെഗുലർ പെൻറ്റഗണിൻ്റെ ഔട്ടർ ആംഗിൾ സമ ഫിക്സഡ് 360, 5 സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 72. അപ്പോൾ ഇത് 72 ആണ് കിട്ടുക. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാത്തിനും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശിഷ്ടം 2 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. Write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. ചോദ്യം വിശദമാക്കാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണൽ സംഖ്യകൾ എഴുതി വെക്കാം. 1, 2, 3, 4, 5, 6, 7, 8 etc. ഈ സംഖ്യകൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടണം 1. എങ്കിൽ ഏതെല്ലാമാണ് ആ സംഖ്യകൾ, ഇതാണ് ചോദ്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ എണ്ണൽ സംഖ്യകളെ നമ്മൾ വീണ്ടും 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ശിഷ്ടം എത്ര വരണം 2. അങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് എഴുതി വെക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുക? അതിനൊരു മാർഗ്ഗമുണ്ട്. വെരി സിമ്പിൾ. മാർഗ്ഗം ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 കൊണ്ടാണല്ലോ ഹരിക്കുന്നത്, അതുകൊണ്ട് 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയാൽ മതി. എന്താണ് 3ൻ്റെ മൾട്ടിപ്പിൾസ്? മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതി വെക്കാം. 3, 6, 9, 12 etc. ഇപ്പോൾ നമ്മൾ 3നെ മൾട്ടിപ്പിൾ എഴുതി. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം റിമൈൻഡർ 1 വരുന്ന എണ്ണൽ സംഖ്യകൾ ഉണ്ടാക്കുക? നമുക്ക് ശിഷ്ടം 1 അല്ലേ കിട്ടേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനോടൊക്കെ 1 ആഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3നെ മൾട്ടിപ്പിൾ ചെയ്തുമ്പോൾ 3 നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം. 3നെ മൾട്ടിപ്പിൾ ആയിട്ട് ആരെ കൂടി നമ്മൾ എഴുതണം, 0 കൂടി എഴുതുന്നാലേ നമ്മുടെ ഉത്തരം പരിപൂർണമാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനോട് 1 ആഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? വലിയ ക്ലാസ് നമ്മൾ പഠിക്കും 0 എന്നുള്ളത് ഏതൊരു നമ്പറിൻ്റെയും മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 3നെ മൾട്ടിപ്പിളായി 3, 6, 9 എഴുതുമ്പോൾ 0യും കൂടി നമ്മൾ ചേർത്ത് എഴുതും. എന്നാലും നമുക്ക് ഇതിന് കറക്റ്റ് ഉത്തരം കിട്ടുള്ളൂ. എങ്കിൽ ഇവിടെ ടോട്ടൽ ആൻസർ എന്താ വരിക, 1, 4, 7, 10, 13 etc. ഈ സംഖ്യകളാണ് എന്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ. നോക്കാം, 4 3 ഡിവൈഡ് നോക്കൂ, ശിഷ്ടം 1 വരൂലേ. 7 3 ഡിവൈഡ് നോക്കൂ, 7 6 കഴിച്ചാൽ ബാക്കിയൊന്നും ശിഷ്ടം. അങ്ങനെ ഏതൊരു നമ്പറിനെയും ഇവിടെയുള്ള ഏത് നമ്പറിനെയും 3 ഡിവൈഡ് ചെയ്ത് ശിഷ്ടം 1 വരും. ഇനി എങ്ങനെയാണ് നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യയിൽ ഇതേ ടെക്നിക്കൽ ഉണ്ടാക്കാം? ഇത്ര തന്നെ. വീണ്ടും 3ൻ്റെ മൾട്ടിപ്പിൾസ് ചെയ്താം. 3, 6, 9, 12 etc. എന്ത് ചെയ്താൽ മറക്കരുത്, മൾട്ടിപ്പിൾസ് ആയി 0 ചെയ്താൽ മറക്കരുത്. ഇനി എന്താ ശിഷ്ടം വരേണ്ടത് 2 അല്ലേ. നമുക്ക് എന്ത് 2 ആഡ് ചെയ്ത് കൊടുക്കാം. +2 +2 +2 +2 ഉത്തരം 2, 5, 8, 11, 14 etc. ഈ സംഖ്യകളാണ് എന്ത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 തരുന്ന എണ്ണൽ സംഖ്യകൾ. വേണമെങ്കിൽ സീക്വൻസ് ആക്കി എഴുതാം. 1, 4, 7, 10 etc. 2, 5, 8, 11, 14 etc. ഇതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചായിട്ട് മറക്കരുത്, എന്തുകൊണ്ടാണോ നമ്മൾ ഹരിക്കുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക. എന്താണോ ശിഷ്ടം വരേണ്ടത് അത് അതിനോട് കൂട്ടുക. എന്ത് ചെയ്താൽ മറക്കരുത്, തുടക്കത്തിൽ 0 എഴുതാൻ മറക്കരുത്. റൈറ്റ്, ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. അത് നമുക്ക് ആദ്യം എടുത്ത അതേ സമചതുരങ്ങൾ തന്നെ എടുക്കാം. ഇവിടെ വശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. വശങ്ങൾ 1, 2, 3, 4 etc. ചുറ്റോളം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 4, 8, 12, 16 etc. പലപ്പോഴും നമ്മൾ എഴുതിയിട്ടുണ്ട് 1, 4, 9, 16 etc. ഇതിൽ നമുക്ക് ആദ്യത്തെ 2 പരിശോധിക്കാം. വശങ്ങൾ 1, 2 അഥവാ 1നോട് 1 കൂട്ടി 2 എഴുതി, 2നോട് 1 കൂട്ടി 3 എഴുതി.
3നോട് 1 കൂട്ടി 4 എഴുതി. ഇവിടെ എഴുതി വെക്കാം. ഇവിടെ 1 കൂട്ടി 2, വീണ്ടും 1 കൂട്ടി 3, ഇതിനോട് വീണ്ടും 1 കൂട്ടി 4. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? 1 കൂട്ടിയാൽ 5 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ ഉപയോഗിച്ച ഒരു ആശയം എന്താണ്? തുടർച്ചയായി 1 വീതം കൂട്ടി എഴുതുന്നു. ഇവിടെയോ? ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് 4 തുടങ്ങുന്നു, എന്നിട്ട് ഈ 4നോട് 4 കൂട്ടി 8 എഴുതുന്നു, 8നോട് വീണ്ടും 4 കൂട്ടി 12 എഴുതുന്നു, 12നോട് വീണ്ടും 4 കൂട്ടി 16 എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ 16 ശേഷം നമുക്ക് 4 കൂട്ടി എന്ത് എഴുതാം? 20 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? തുടർച്ചയായി 4 വീതം കൂട്ടി എഴുതുന്നു. ഇങ്ങനെ ഒരു സംഖ്യയിൽ തുടങ്ങുകയും അതിനോട് ഒരു നിശ്ചിത സംഖ്യ തുടർച്ചയായി കൂട്ടി തൊട്ടടുത്ത സംഖ്യകൾ ഇങ്ങനെ എഴുതുകയും ചെയ്താൽ അത്തരം ശ്രേണികളെ, സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണികൾ. എന്താണ് വിളിക്കുക? സമാന്തര ശ്രേണികൾ. അപ്പോൾ ഇത് രണ്ടും സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി AS. അപ്പോൾ ഇത് രണ്ടും ASകളാണ്, സമാന്തര ശ്രേണികളാണ്, അരിത്മെറ്റിക് സീക്വൻസുകളാണ്. എന്നാൽ ഇത് സമാന്തര ശ്രേണിയാണ്. ചെക്ക് ചെയ്യാം. 1നോട് എന്ത് കൂട്ടിയാലാണ് 4 കിട്ടുക? 3. 4നോട് എന്ത് കൂട്ടിയാലാണ് 9 കിട്ടുക? 5. 9നോട് എന്ത് കൂട്ടിയാലാണ് 16 കിട്ടുക? 7. ഇവിടെ നോക്കൂ, വ്യത്യസ്ത സംഖ്യകൾ കൂട്ടിയിട്ടാണ് തൊട്ടടുത്ത സംഖ്യകളൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്തെല്ലാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല, നോട്ട് എ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു സംഖ്യയിൽ തുടങ്ങണം, അതിനോട് ഒരു നിശ്ചിത സംഖ്യ തുടർച്ചയായി കൂട്ടി തൊട്ടടുത്തത് ഇങ്ങനെ എഴുതാൻ പറ്റണം. അപ്പോൾ ഇത് രണ്ടും അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. 10, 13, 16 എക്സെട്ര. 10നോട് എന്ത് കൂട്ടിയാലാണ് 13 കിട്ടുക? 3. 13നോട് എന്ത് കൂട്ടിയാലാണ് 16 കിട്ടുക? 3. ഇവിടെ തുടർച്ചയായി നമുക്ക് കാണാം 3 കൂട്ടി പോകുന്നു. എങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? 16നോട് 3 കൂട്ടിയാൽ 19. അപ്പോൾ ഇത് തീർച്ചയായും തുടർച്ചയായി എന്താണ്? തുടർച്ചയായി 3 കൂട്ടി എഴുതിയ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഒന്നാമത്തെ ഇതും സീക്വൻസ് ആണ്. അതിന് കാരണം എന്താണ്? അതെല്ലാം ഒരു നിശ്ചിത സംഖ്യ കൂട്ടി പോകുന്നു. എന്നാൽ ഇതെന്തല്ല? പരപ്പളവ്. ഇവിടെ നിശ്ചിത സംഖ്യ കൂട്ടി പോകാത്തതിനാൽ ഇതൊരു സീക്വൻസ് അല്ല. ഓക്കെ, ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. ഒരു ടാങ്കിനോട് വെക്കാം. 1000 ലിറ്റർ വെള്ളമുണ്ട്. 1000 ലിറ്റർ. ഈ ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും അതിന്റെ ടാപ്പിലൂടെ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. 5 ലിറ്റർ വീതം വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. അങ്ങനെയാണെങ്കിൽ സമയം കഴിയുന്നതോറും ടാങ്കിലെ വെള്ളം കുറഞ്ഞു വരുമല്ലോ. എങ്കിൽ മിച്ചമുള്ള വെള്ളം, ബാക്കിയുള്ള വെള്ളം നമുക്കൊന്ന് ശ്രേണിയൊക്കെ എഴുതി നോക്കിയാലോ. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 1000 ലിറ്റർ. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 5 ലിറ്റർ വെള്ളം കുറയും. അപ്പം ബാക്കി എത്ര ഉണ്ടാവും? 995. അടുത്ത സെക്കൻഡ് കഴിയുമ്പോഴോ 990, പിന്നെ 985 ലിറ്റർ. അങ്ങനെ തുടരും. ഇതൊരു സമാന്തര ശ്രേണിയാണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരേ സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഇവിടെ കൂട്ടുന്നതിന് പകരം കുറയ്ക്കുകയാണല്ലോ. എത്ര കുറയുന്നത്? 5 വീതം കുറയുന്നു. അതായത് -5 വീതം കുറയുന്നു. ഇതും എന്ത് തന്നെയാണ്? ഒരു സമാന്തര ശ്രേണി തന്നെ ആണ്. കാരണം കൂട്ടി എഴുതുന്നതിന് പകരം ഒരേ സംഖ്യ കുറച്ച് എഴുതിയാലും അതെന്ത് തന്നെയാണ്? സമാന്തര ശ്രേണി തന്നെ ആണ്. അപ്പോൾ നമുക്ക് പറയാം സമാന്തര ശ്രേണിയുടെ ഡെഫിനിഷൻസിനെ മാറ്റം വരുത്താം. എന്താണ്? ഒരു നിശ്ചിത സംഖ്യ കൂട്ടി എഴുതിയാലും ഒരു നിശ്ചിത സംഖ്യ തുടരെ കുറച്ച് എഴുതിയാലും കിട്ടുന്നതൊക്കെ എന്ത് തന്നെയാണ്? സമാന്തര ശ്രേണി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ, നിർവചനം വായിച്ചു നോക്കാം. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി, അരിത്മെറ്റിക് സീക്വൻസ് എന്നാണ് പേര്. ഇനി നമുക്ക് എന്താണ് പൊതുവ്യത്യാസം എന്ന് നോക്കാം. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. 4നോട് 4 കൂട്ടിയപ്പോൾ 8 കിട്ടി. 8നോട് 4 കൂട്ടിയപ്പോൾ വീണ്ടും 12 കിട്ടി. 12നോട് 4 കൂട്ടിയപ്പോൾ 16 കിട്ടി. ഇങ്ങനെ ഒരു സീക്വൻസിൽ നമ്മൾ
തുടർച്ചയായി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഈ സംഖ്യയെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം. അതിൻ്റെ അക്ഷരം ഡി ആണ്. അപ്പോൾ ഇവിടുത്തെ ഡി എത്രയാണ്? 4. ഇനി മറ്റു ഉദാഹരണം നോക്കാം. 10, 15, 20, 25 എക്സെട്ര. ഇവിടെ ഏത് സംഖ്യയാണ് കൂട്ടാൻ ഉപയോഗിച്ചത്? തുടർച്ചയായി കൂട്ടാൻ ഉപയോഗിച്ചത് 5 ആണ്. 10 5 കൂട്ടി 15, 15 5 കൂട്ടി 20. അപ്പോൾ ഇവിടെ തുടർച്ചയായി കൂട്ടാൻ നമ്മൾ ഉപയോഗിച്ചത് 5 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ഇനി സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസത്തിൻ്റെയും ഈ നിർവചനങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇനി പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഇത് 4 വീതം കൂട്ടുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇത് 5 വീതം കൂട്ടുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അഥവാ സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയിലെ ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, ഇനി നമ്മൾ സംഖ്യ എന്ന് വിളിക്കാതെ ഒന്നാം പദം, രണ്ടാം പദം എന്നിങ്ങനെയാണ് വിളിക്കുക. ഇംഗ്ലീഷിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. ഒന്നാം പദം, രണ്ടാം പദം. പദം എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ നമ്മൾ വിളിക്കുക. ഇനി മുതൽ ഒന്നാം സംഖ്യ, രണ്ടാം സംഖ്യ നമ്മൾ വിളിക്കില്ല. നമ്മൾ വിളിക്കാൻ പോകുന്നത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെയാണ്. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം. ഈ കാര്യം ഓർമ്മ വെക്കണം. ഇനി ഈ നിർവചനങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം എഴുതണം. ചോദ്യം നമ്പർ 1, ഒറ്റ സംഖ്യയുടെ ശ്രേണി. 2, ഇരട്ട സംഖ്യയുടെ ശ്രേണി. 3, ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. 4, രണ്ടിൻ്റെ കൃതികളുടെ ശ്രേണി. 5, എണ്ണൽ സംഖ്യയുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. ഇംഗ്ലീഷിൽ ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് given below is an arithmetic sequences. Give reasons for the arithmetic sequences. Write the common differences also. First question, sequence of odd numbers. Second, sequence of even numbers. Third, sequence of fractions got as half the odd numbers. Fourth, sequence of powers of 2. And last question, sequence of reciprocals of natural numbers. നമുക്ക് ഓരോന്ന് വായിച്ച് സാവധാനം ചെയ്തു നോക്കാം. ചോദ്യം നമ്പർ 1. എന്താ ചോദ്യം? ഒറ്റ സംഖ്യയുടെ ശ്രേണി. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമ്മൾ എഴുതണം. നമുക്ക് എഴുതി നോക്കാം. എന്തൊക്കെയാണ് ഒറ്റ സംഖ്യ? 1, 3, 5, 7 എക്സെട്ര. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണെന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മളൊരു ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് ചെക്ക് ചെയ്യുക? അത് ഇത്ര ചെയ്താൽ മതി. ഇതിൻ്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കാണാം. എങ്ങനെ കാണാം? ഡി ഈസ് ഈക്വൽ ടു ഒരു പദത്തിൽ നിന്നും തൊട്ട് മുമ്പിലെ പദം കുറച്ചാൽ മതി. അപ്പോൾ 3 - 1 എന്ത് കിട്ടും? 2. ഒരു തവണ കൂടി കണ്ടു നോക്കാം. ഡി ഈസ് ഈക്വൽ ടു 5 - 3 എന്ത് കിട്ടും? 2. ഒന്നുകൂടി വേണം ചെയ്ത് നോക്കാം. ഡി ഈസ് ഈക്വൽ ടു 7 - 5. അവിടെയും 2 കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം കോമൺ ഡിഫറൻസ് ആർ സെയിം. ഹിയർ ഡി ഈസ് സെയിം ഇൻ എനി കേസ്. Therefore 1, 3, 5, 7 etc. is a arithmetic sequence. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇത് നമുക്ക് ചുരുക്കി എഴുതിയാൽ മതി. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ചുരുക്കി എഴുതിയാൽ മതി. ഇനി എന്താ രണ്ടാം ചോദ്യം? ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഇരട്ട സംഖ്യ ഏതാ? 2, ഈവൺ നമ്പേഴ്സ് 4, 6, 8 അങ്ങനെ പോകും. നമുക്കെന്ത് ചെയ്യാം? ഇതൊരു സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ് എന്നറിയാൻ കോമൺ ഡിഫറൻസ് കണ്ടു നോക്കാം. ഡി ഈസ് ഈക്വൽ ടു 4 - എത്ര വേണ്ടത്? തൊട്ട് മുമ്പത്തെ സംഖ്യ 2 ഈക്വൽ ടു 2 കിട്ടും. ഡി ഈസ് ഈക്വൽ ടു 6 - 4 ഈസ് ഈക്വൽ ടു 2. ഇവിടെ ഡി സെയിം ആണോ? യെസ്, ഹിയർ ഡി ഈസ് സെയിം. Therefore it is a arithmetic sequence. എന്താ മൂന്നാമത്തെ ചോദ്യം? ഒറ്റ സംഖ്യയുടെ പകുതിയായ ഭിന്നസംഖ്യയുടെ ശ്രേണി. അപ്പോൾ ഒറ്റ സംഖ്യയുടെ പകുതി പറയുമ്പോൾ നമുക്ക് നെയ്ത് നോക്കാം. ഒറ്റ സംഖ്യയുടെ പകുതി 1, 3, 5 എക്സെട്ര. ഇതാണ് ഒറ്റ സംഖ്യ. ഇതിൻ്റെ ഹാഫ് എത്ര? ഹാഫ്. എഴുതി നോക്കാം. ഹാഫ് ഈസ് ഈക്വൽ ടു 1ൻ്റെ ഹാഫ് അര, 3ൻ്റെ ഹാഫ് 1.5, 5ൻ്റെ ഹാഫ് 2.5, അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ചെക്ക് ചെയ്യണം. ഡി വീണ്ടും കാണാം. ഡി ഈസ് ഈക്വൽ ടു 1.5 കുറയ്ക്കണം അര, 1.5 അര കുറച്ചാൽ 1. വീണ്ടും ഡി ഈസ് ഈക്വൽ ടു
2.5 കുറയ്ക്കണം 1.5. 2.5 തൊട്ടുമ്പത്തെ സംഖ്യ കുറയ്ക്കുക 1.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെയും 1. ഹിയർ ഡി ഈസ് സെയിം, എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. ഡി ഈസ് സെയിം. ദെയർഫോർ ഇതും എന്ത് തന്നെയാണ്? ഇത് ഒരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. എത്രാമത്തെ ചോദ്യം നമ്മൾ നോക്കാനുള്ളത്? 4ാമത്തെ ചോദ്യം. 2ൻ്റെ കൃതികളുടെ ശ്രേണി, 2ൻ്റെ പവേഴ്സ് അത് എഴുതിയിട്ട് അതൊരു സീക്വൻസ് ആണോ നോക്കണം. 4ാമത്തെ ചോദ്യം. എന്താ 2ൻ്റെ പവേഴ്സ്? 2ൻ്റെ കൃതികൾ 2^1, 2^2, 2^3, 2^4 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്കിത് നന്നാക്കി എഴുതാം. 2^1 എന്ന് പറഞ്ഞാൽ 2 തന്നെ, 2² എന്ന് പറഞ്ഞാൽ 4, 2³ എന്ന് പറഞ്ഞാൽ 2നെ 3 പ്രാവശ്യം എന്ത് ചെയ്യണം? 2 × 2 × 2 എത്ര കിട്ടും? 8. ഇവിടെ 2 4 പ്രാവശ്യം എന്ത് ചെയ്യണം? 16 കിട്ടും, എക്സെട്ര. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്യാം? ഡി കാണാം. ഡി ഈസ് ഈക്വൽ ടു 4 - 2. എന്ത് കിട്ടി? 2. എഗെയിൻ ഡി ഈസ് ഈക്വൽ ടു 8 - 4. 8 നിന്ന് 4 വയ്ക്കുക. അവിടെ നമുക്ക് കിട്ടുക 4 ആണ് കിട്ടുന്നത്. ഇവിടെ എന്തെല്ലാം? ഇവിടെ ഡി സെയിം അല്ല. ആദ്യം ഡി 2 കിട്ടി, പിന്നെ 4 കിട്ടി. ഹിയർ ഡി ഈസ് നോട്ട് ഈക്വൽ. Therefore 2, 4, 8, 16 is not a arithmetic sequence. സമാന്തര ശ്രേണി അല്ല. ഇത് നമുക്ക് 5ാമത്തെ ചോദ്യം ചെയ്യാം. എന്താ 5ാമത്തെ ചോദ്യം? എണ്ണൽ സംഖ്യയുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി, റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി എണ്ണൽ സംഖ്യകൾ എഴുതാം. 1, 2, 3, 4 എക്സെട്ര. നമ്മളിതിന് എന്ത് എഴുതണം? റെസിപ്രോക്കൽസ്, വ്യുൽക്രമങ്ങൾ, റെസിപ്രോക്കൽസ്. 1ൻ്റെ വ്യുൽക്രമം 1 തന്നെ. എന്താ 2ൻ്റെ വ്യുൽക്രമം? 2 എന്ന് വെച്ചാൽ 2/1 ആണല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 1/2 ആയിരിക്കും. 1/2 ആയിരിക്കും. അപ്പോൾ 2ൻ്റെ റെസിപ്രോക്കൽ 1/2. അങ്ങനെയാണ് 3ൻ്റെതോ 1/3. 4ൻ്റെത് 1/4. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 5ന് 1/5 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തുടരുന്നു. ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? പതിവ് പോലെ ഡി കാണാം. ഹാഫ് കുറയ്ക്കണം 1. 1ന് നമുക്ക് വേണമെങ്കിൽ 1/1 എന്ന് എഴുതാം. കാരണം ഇതൊരു ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ 1നെ ഞാൻ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി അടിയിൽ /1 ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. 1/2 - 1/1 വന്നാൽ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക ക്രോസ് ആയിട്ട്, ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ഇൻറ്റു. അതിനുശേഷം ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്തുത്തരം കിട്ടും? 1 × 1 × 1. പിന്നെ മൈനസ് സെൻറ്ററിലുണ്ട്, അതിടുക. 1 × 2. അതിനുശേഷം താഴത്തെ ഭാഗം കൂടി ഇൻറ്റു ചെയ്യുക. 2 × 1. 1 × 1 1 - 1 × 2 2 2 × 1 2 ഈസ് ഈക്വൽ ടു എന്താണ്? 1 - 2 നമുക്കറിയാം -1/2. എങ്ങനെയാണ് 1 - 2 -1 ആയത്? 1 നിന്ന് 2 കുറയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 8ാം ക്ലാസ് പഠിച്ച പോലെ 2 നിന്ന് 1 കുറച്ചിട്ട് ഒരു -2 കൊടുക്കും. ഓക്കെ, നമ്മൾ 8ാം ക്ലാസ് എങ്ങനെയാണ് പഠിച്ചത്? x - y കുറയ്ക്കാൻ പ്രയാസമാണെങ്കിൽ -5 - 6 നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡി നമുക്ക് എന്ത് കിട്ടി? ഡീൻ്റെ ഉത്തരം -1/2. -1/2. ഇത് ഡി ഒന്നുകൂടി കാണാം. ആരാണ് ഡി കാണാനുള്ളത്? ഇനി 1/3 മൈനസ് തൊട്ടുമ്പത്തെ സംഖ്യ 1/2. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1/3 - 1/2 എങ്ങനെ ചെയ്യാം? ഇതിനിങ്ങോട്ട് ഇൻറ്റു ചെയ്യാം, ഇതിങ്ങോട്ട് ഇൻറ്റു ചെയ്യാം, ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യാം. അപ്പം 1 × 2 - 1 × 3/3 × 2 ഈസ് ഈക്വൽ ടു 2 - 3/6 ഈസ് ഈക്വൽ ടു 2 ന്നും 3 കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ തിരിച്ചിട്ട് കുറച്ചിട്ട് നമ്മൾ മൈനസ് ഇടാം. -1 കിട്ടും 6. അപ്പോൾ ഇവിടെ കിട്ടിയ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ കിട്ടിയ കോമൺ ഡിഫറൻസ് -1/6. ഇത് രണ്ടും സെയിം ആണോ? ഇതും സെയിം ആണോ? അല്ല. therefore നമുക്ക് പറയാം D here D is not same here. therefore it is not a arithmetic sequence. It is not an arithmetic sequence. Okay.